മണ്ഡലരേഖയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഷൊർണൂർ എം.എൽ.എ. മമ്മിക്കുട്ടിയുടെ വിശേഷങ്ങളാണ്. തന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ് വോട്ട് പിടിക്കുന്ന മമ്മിക്കുട്ടി ഇത്തവണ ഷൊർണൂർ നിലനിർത്തുമോ എന്നുള്ള ആശങ്കയും പങ്കുവയ്ക്കുന്നുണ്ട്. എന്നിരുന്നാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പി മമ്മിക്കുട്ടി. ഒരു രണ്ടാം ഊഴത്തിലേക്ക് മമ്മിക്കുട്ടിക്ക ഷൊർണൂരിൽ വീണ്ടും മത്സരരംഗത്തേക്ക് വരികയാണ്. ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് ഷൊർണൂർ നടക്കുന്നത് എന്നുള്ള അഭിപ്രായം എല്ലാ ഭാഗത്തും വരുന്നത്. എന്താണ് ആ ഒരു മത്സരത്തെ എങ്ങനെ നോക്കിക്കാണുന്നത്? എന്നെ സംബന്ധിച്ച് രണ്ടാം ഊഴം എന്ന് പറയുന്നത് ഒന്നാം ഊഴത്തിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവാദിത്വം പോലും ഏൽപ്പിക്കപ്പെട്ടാൽ ആ ഒന്നാം ഊഴം നന്നായി കളിച്ച് ഫിനിഷ് ചെയ്തു എന്ന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് രണ്ടാം ഊഴത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത്. ഏറെ വർഷങ്ങളായി പൊതു രാഷ്ട്രീയ രംഗത്തും തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധിയെന്ന സഹകരണ രംഗത്തും പ്രവർത്തിച്ച ഒരനുഭവം വളരെ പ്രധാനമാണ്. ആ അനുഭവം പൊതു രംഗത്ത് പ്രയോഗിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ തവണ എം.എൽ.എ. ആയി തെരഞ്ഞെടുത്തപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹരിക്കാനും ഇടപെടുന്ന മാർഗങ്ങളെ സംബന്ധിച്ച് എനിക്ക് ധാരണ ഉണ്ടായതുകൊണ്ട് നന്നായി ഷൊർണൂർ മണ്ഡലത്തിന്റെ ജനപ്രതിനിധി എന്ന നിലക്ക് പ്രവർത്തിക്കാനായിട്ടുണ്ട്. ആ അനുഭവത്തിന്റെ കരുത്തിലാണ് രണ്ടാം ഊഴത്തിൽ ഞങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ജനങ്ങള് പൊതുവായി എന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കപ്പെടുകയും മമ്മിക്കുട്ടി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുക തന്നെ ചെയ്യും എന്ന ആത്മവിശ്വാസത്തിലാണ് പൊതുവായി വോട്ടർമാരുടെ പ്രതികരണം കാണുമ്പോൾ തീർച്ചയായും. ഇപ്പോ ഷൊർണൂർ മണ്ഡലത്തില് വികസനങ്ങൾ എണ്ണി പറഞ്ഞ് തന്നെയാണ് മമ്മിക്കുട്ടിക്ക വോട്ട് ചോദിക്കുന്നത്. രണ്ട് നഗരസഭകളാണ് പ്രധാനമായും ഷൊർണൂർ മണ്ഡലത്തില് വരുന്നത്. ഈ രണ്ട് നഗരസഭകളുടെയും വികസനങ്ങളെ എല്ലാം ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. രണ്ട് നഗരസഭയുടെ മാത്രമല്ല മറ്റു പഞ്ചായത്തുകളെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തും. എങ്കിൽ കൂടി പ്രധാനമായും ഷൊർണൂരും ചെർപ്പശ്ശേരി നഗരസഭയും ഷൊർണൂർ മണ്ഡലത്തിലാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നതും ഈ നഗരസഭകൾ കേന്ദ്രീകരിച്ചാണ് വികസനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ. അങ്ങനെ വരുമ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ ഈ രണ്ടാം ഊഴത്തിൽ മനസ്സിലുണ്ടോ? ഒന്നാം ഊഴത്തില് നടത്തിയ പ്രവർത്തനങ്ങളുടെ അനുഭവമാണ്. അന്ന് നമ്മൾ ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തികൾ നടപ്പാക്കുന്ന സന്ദർഭത്തിൽ പുതുതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പദ്ധതികൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉയർന്നു വരും. അപ്പോൾ ഇനി നമുക്ക് എന്താണ് നിർവഹിക്കാനുള്ളത്, നമ്മൾ ഏതാണ് നടപ്പാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച ഒരു ക്ലിയർ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം എല്ലാ ആവശ്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഒറ്റയ്ക്ക് പരിഹരിക്കാനാവില്ല. പക്ഷെ അതിൽ മുൻഗണനാ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിർവഹിച്ച് പോരുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. ആ സന്ദർഭത്തിൽ തന്നെ അവശേഷിക്കുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന പ്രശ്നങ്ങൾ തുടർന്ന് എളുപ്പത്തിൽ പരിഗണിക്കാനും പ്രാവർത്തികമാക്കാനും പദ്ധതി കൊണ്ടുവരാനും കഴിയുന്ന ഒരു സ്ഥിതി സഹായകരമായിട്ടുണ്ട് എന്നാണ് എനിക്ക്. LDF-നെ സംബന്ധിച്ച് വിമതവരുടെ ശല്യം ഒരു ഭയങ്കരമായ ഒരു വിഷയമാണ്. പല ഉന്നത നേതാക്കളും പാർട്ടി മാറി മറച്ചേരിയിൽ പോകുന്നു, അവർ മത്സരിക്കുന്നു. അത്തരത്തിൽ ഷൊർണൂരിലെ മുൻ MLA ആയിരുന്ന PK ശശി അടക്കമുള്ളവർ എതിർചേരിയിലാണ്. അപ്പൊ അവരുടെ ഒരു ഇടപെടലുകൾ നമ്മളുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള ഒരു ഭയമുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മുന്നണിയാണ്. ആ മുന്നണി അധികാരത്തിൽ വന്നാൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അവസാന അറ്റം വരെ ഞങ്ങൾ പരിശ്രമിക്കും. ആ നിലപാട് സ്വീകരിച്ച് പോകുന്ന ആളുകൾക്ക്
ഈ മുന്നണിയുടെ ഭാഗമായി നിൽക്കാം, പാർട്ടിയുടെ ഭാഗമായി നിൽക്കാം. ആ നിലപാട് അംഗീകരിക്കാത്തവരൊക്കെ തന്നെ എതിർ ചേരിയുടെയും എതിർ രാഷ്ട്രീയത്തിന്റെയും ആളുകളായി ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയുന്നു. നേരത്തെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് വിജയിച്ചു വന്നു. ഇപ്പൊ വലതുപക്ഷമാണ്. ആ രണ്ടും തമ്മിൽ അജഗജാന്തരം വ്യത്യാസം ഉണ്ടെന്നാണ് മനസ്സിലായില്ലേ? അതുകൊണ്ട് അന്ന് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നിരുന്ന കാലത്ത് ചെയ്ത കാര്യങ്ങൾ അത് തുടർന്ന് ഇനി മറുചേരിയിൽ വന്നാൽ ആ രീതിയിൽ ആളുകളുടെ അംഗീകാരവും വിശ്വാസ്യതയും ഒന്നും ലഭിക്കില്ല. ആളുകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയാണ് ഈ ചേരിമാറ്റം, കൂറുമാറ്റം. അധികാരത്തിന് വേണ്ടി, അധികാരമോഹത്തിന് വേണ്ടിയിട്ട് അല്ലേ? അന്ന് ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നിരുന്നു. ഇടതുപക്ഷത്തിന്റെ നയം ഉയർത്തിപ്പിടിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിച്ചു. അത് കഴിഞ്ഞപ്പോ ഇടതുപക്ഷ സമീപനത്തിന് ഘടകവിരുദ്ധമായിട്ടല്ലേ തികച്ചും വലതുപക്ഷ സമീപനം സ്വീകരിക്കുമ്പോൾ ആ വലതുപക്ഷ ചേരിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സ്ഥിതി ഈ ചേരി മാറിയതുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് സംബന്ധിച്ച് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് റിസൾട്ടിനൊന്നും ബാധിക്കില്ല. ഒരു ശക്തമായ ത്രികോണ മത്സരമാണ്. എതിരാളികളെല്ലാം ശക്തര തന്നെയാണ്. പ്രത്യേകിച്ച് ശങ്കുട്ടിദാസ് ആണെങ്കിലും ഹരിഗോവിന്ദ മാഷാണെങ്കിലും എല്ലാം ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാനാണ് ഷൊർണൂർ പോകുന്നത്. അത്തരത്തിലൊരു മത്സരത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് മുന്നോട്ടൊരു ശുഭാപ്തി വിശ്വാസമായിട്ട് വോട്ടർമാരോട് പറയാനുള്ളത്? അതെ, 3 ആളല്ല 4 ആൾ മത്സരിക്കുന്നുണ്ട്. ത്രികോണ മത്സരം എന്നല്ല പറയുന്നത്, എന്നാലും ത്രികോണ മത്സരം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയായിരുന്നു, ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഉണ്ടായത്. ആ ത്രികോണ മത്സരം ഉണ്ടായി. എതിരാളിയെ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ ഊതി വീർപ്പിച്ചിട്ടുള്ള വിശേഷണങ്ങളൊക്കെ കൊടുത്തിട്ട് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ആ ത്രികോണ മത്സരത്തിൽ എനിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ അത്ര വോട്ട് പോലും അവർക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടിയാൽ എൻ്റെ ഒരു കേമത്വം കൊണ്ടല്ല, ഞാൻ ഇടതുപക്ഷത്തിന്റെ നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ആളാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പാക്കുന്ന നയങ്ങള് നാട്ടില് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രൂപത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണെന്നുള്ളതാണ് എനിക്കത് കിട്ടിയത്. ആ നയത്തിനെതിരായിട്ടാണ് 2 കൂട്ടരും അപ്പുറത്ത് മത്സരിച്ചത്. ആ മത്സരിച്ചപ്പോൾ 37,000-ഓളം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം അത്ര തന്നെ വോട്ടോ ഈ UDF-നും BJP-ക്കും സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഷൊർണൂർ മണ്ഡലത്തിന്റെ ഇപ്രാവശ്യത്തെ അവസ്ഥയും. അതുകൊണ്ട് അവരെ എതിരാളികളുടെ അവരുടെ കാര്യത്തെ കുറച്ച് കാണുന്നതല്ലാണ്. 3 വിഭജിക്കുമ്പോൾ എനിക്ക് 75,000-ഓളം വോട്ട് കിട്ടി. അതിന്റെ നേർപാതി 25% അവർക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ശക്തമായ ത്രികോണം എന്ന് പറയാം, ശക്തമായ ത്രികോണം അല്ല എന്ന് പറയാം. ഞാനിപ്പോ അതിനെ കുറച്ച് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തിയിട്ട് ത്രികോണമാകുമ്പോ 1.5 ലക്ഷം വോട്ട് പോൾ ചെയ്താൽ 50-50 സമം ആ രൂപത്തിൽ വീതിക്കപ്പെടുമ്പോഴാണല്ലോ ത്രികോണ മത്സരം വരുന്നത്. ഇപ്പൊ എന്താ വെച്ചാൽ ആളുടെ പേര് പറഞ്ഞുകൊണ്ട് ചേരി പറഞ്ഞുകൊണ്ട് ത്രികോണം എന്ന് പറയാം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള എതിരാളിയായിരുന്നു ആര്? നമ്മുടെ സന്ദീപ് വാര്യർ അല്ലേ? ശങ്കുട്ടി ദാസിനേക്കാൾ കൂടുതൽ വലിയ BJP-യുടെ സ്റ്റേറ്റ് തലത്തിലുള്ള നാവായിട്ട് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ക്യാമ്പയിനറായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഈ പ്രദേശത്തുകാരനായിരുന്നു. അതുകൊണ്ട് ശങ്കുട്ടി ദാസ് മോശക്കാരൻ അർത്ഥത്തിലല്ല പറഞ്ഞു. BJP-യുടെ പൊതു ക്യാമ്പയിനർമാരുടെ കാര്യങ്ങൾക്ക് പരിശോധിച്ചാൽ ഈ നാട്ടുകാരനും കൂടിയായ സന്ദീപ് വാര്യനപ്പുറത്ത് നിന്നിരുന്നു. അപ്പോ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ് അപ്പുറത്ത് മത്സരിച്ചത്. ഓരോരുത്തരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രവർത്തന അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രൂപത്തിൽ വരുമ്പോൾ കുറെ കാലമായി ഈ രംഗത്ത് വിവിധ മേഖലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ മേഖലയിൽ, സഹകരണ മേഖലയിൽ, അതുപോലെ തന്നെ പൊതുജനാധിപത്യ വേദികളിലും പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ച് ആളുകളുടെ എന്താ പറയാ മനസ്സും അതുപോലെ തന്നെ അവരുടെ ഹൃദയ വിശുദ്ധിയും ഒക്കെ മുൻകൂട്ടിൽ തന്നെ അളന്നെടുക്കാൻ കഴിയുന്ന ഒരാളാണ്. ആളുകളെ ഫസ്റ്റ് ബേസിൽ തന്നെ നോക്കിയാൽ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നന്നായി ഒരു തവണ കൂടി ജയിക്കണം എന്ന ഒരു പൊതു അഭിപ്രായം മുഖഭാഗം നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ത്രികോണ മത്സരം ശക്തമാണ് എന്നും നിങ്ങളുടെ അഭിപ്രായത്തിനോട് ഞാൻ ഖണ്ഡിക്കുന്നൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ത്രികോണ മത്സരം ശക്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരവേല നടത്തിയിരുന്നു. ആ ത്രികോണ മത്സരത്തിന്റെ അനുഭവമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത്തവണ ഷൊർണൂര് നമ്മളെ കൈവിടില്ല, കൂടെ നിർത്തുന്നതിനുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ഉള്ളത്.
അതെ അതെ, ഷൊർണൂർ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇടതുപക്ഷ മുന്നണിയുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ചുറ്റികരുവാൾ നക്ഷത്ര മലയാളത്തിൽ മത്സരിച്ചവർ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. 2011 രൂപീകരിച്ചത്. അതിനുശേഷം ഓരോ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴും ആ വോട്ടിന്റെ റിസൾട്ടിന്റെ പിന്നെ കണക്കിനേക്കാൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. 11 ലഭിച്ച വോട്ടുണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ വോട്ടാണ് പിന്നീട് 16 ഉണ്ടായത്. 16 കിട്ടിയതിനേക്കാൾ 2.5 നമുക്ക് ഇവന്റെ വോട്ട് കുറയുന്നില്ല തുടർച്ചയായിട്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷം വീണ്ടും ജയിക്കും, ഷൊർണൂർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും, തന്നെ ജയിപ്പിക്കുമെന്നുള്ള ആത്മവിശ്വാസം എനിക്ക് പറയാം. എന്തായാലും ഇടതിന്റെ ഉരുക്കുകോട്ടയായ ഷൊർണൂരിൽ നിന്ന് ഒരു തവണ കൂടി നിയമസഭയിലേക്ക് മമ്മിക്കുട്ടിക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇനി എന്തായാലും ഇലക്ഷൻ റിസൾട്ടിന് ശേഷം നമുക്ക് ഒന്നുകൂടി കാണാം. ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവരും ആശംസകൾ. മണ്ഡലം നിർണയിക്കപ്പെട്ട ശേഷം ഇടതുപക്ഷത്തെ മാത്രം പിന്തുണച്ച ചരിത്രമാണ് ഷൊർണൂരിനുള്ളത്. ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ട് വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണയും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമെന്ന് തന്നെയാണ് മമ്മിക്കുട്ടി KCB യോട് പറഞ്ഞത്.